एकदन्तं महाकायं तप्तकाञ्चनसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकम्। बुद्धिं देहि यशो देहि कवित्वं देहि देहि मे मूढत्वं संहरा देवी त्राहि मां शरणागतम्। ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. നമസ്കാരം, എല്ലാവർക്കും റിതം ഓഫ് ലവിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായമായ അർജുന വിഷാദ യോഗത്തിലെ 30, 31, 32 എന്നീ ശ്ലോകങ്ങൾ നോക്കാം. ഖാണ്ഡീവം ശ്രംസദേ ഹസ്താദ് ത്വക്ചൈവ പരിദഹ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമതീവ ച മേ മനഃ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ ന ച ശ്രേയോനുപശ്യാമി ഹത്വാ സ്വജനമാഹവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. ഗാണ്ഡീവം എന്ന വില്ല് ഹസ്താത് കയ്യിൽ നിന്ന് ശ്രംസതേ വഴുതിപ്പോകുന്നു, ത്വക്ച ഏവ തൊലി തന്നെയും, പരിദഹ്യതേ ചുട്ടുനീറുന്നു, അവസ്ഥാതും ച നിൽക്കാനും, ന ശക്നോമി ഞാൻ ശക്തനാകുന്നില്ല, മേ മനഃ എൻ്റെ മനസ്സ്, ഭ്രമതി ച ഇവ ഇളകിക്കൊണ്ടിരിക്കുന്നത് പോലെയും തോന്നുന്നു. കേശവ കേശിയെ വധിച്ചവനെ, വിപരീതാനി അശുഭങ്ങളായ അല്ലെങ്കിൽ വിപരീതങ്ങളായ, നിമിത്താനി ച ശകുനങ്ങളും, പശ്യാമി ഞാൻ കാണുന്നു, ആഹവേ യുദ്ധത്തിൽ, സ്വജനം ബന്ധുക്കളെ, ഹത്വ കൊന്നിട്ട്, ശ്രേയഃ ച ഒരു നന്മയും, ന അനുപശ്യാമി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ കാണുന്നില്ല. കൃഷ്ണ വിജയവും, രാജ്യം ച രാജ്യവും, ന കാംക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നില്ല, സുഖാനി ച സുഖങ്ങളെയും, ന കാംക്ഷേ ആഗ്രഹിക്കുന്നില്ല. ഗോവിന്ദ കൃഷ്ണ ന ഞങ്ങൾക്ക്, രാജ്യേന രാജ്യം കൊണ്ട്, കിം എന്താണ്, ഭോഗൈഹി ഭോഗങ്ങളെ കൊണ്ടും, ജീവിതേന വ ജീവിതം കൊണ്ടുപോലും, കിം എന്ത് പ്രയോജനം. നഹ 30, 31, 32 എന്ന ശ്ലോകങ്ങളുടെ പദങ്ങളുടെ അർത്ഥങ്ങളാണ് നാം ഇപ്പോൾ നോക്കിയത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഇരു സൈന്യങ്ങൾക്ക് ഇടയിൽ കൃഷ്ണൻ തേര് കൊണ്ടു നിർത്തിയപ്പോൾ സ്വന്തം ജനങ്ങളെയാണല്ലോ താൻ യുദ്ധത്തിൽ തോൽപ്പിക്കേണ്ടത് എന്ന് ഓർത്തപ്പോൾ അർജുനന് വിഷമം തോന്നി. അവരെല്ലാം തനിക്ക് വധിക്കേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ അർജുനൻ്റെ ദേഹം തളരാൻ തുടങ്ങി. തുടർന്ന് അർജുനൻ ആ യുദ്ധം ഒഴിവാക്കാനായിട്ട് കണ്ടെത്തുന്ന കാരണങ്ങളാണ് ഇനി പറയുന്നത്. എന്താണത്? അർജുനൻ പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് വില്ല് വഴുതിപ്പോകുന്നു. ഏതാണ് അർജുനൻ്റെ വില്ല്? ഗാണ്ഡീവം. അതുപോലെ തന്നെ ദേഹം ചുട്ടുനീറുന്നു, നേരെ നിൽക്കാൻ പോലും എനിക്ക് ശക്തിയില്ലാതായിരിക്കുന്നു, എൻ്റെ മനസ്സ് ഭ്രമിക്കുന്നതായിട്ട് തോന്നുന്നു. പിന്നെയോ നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. നിമിത്തങ്ങളൊക്കെ എന്താണ്? വിപരീതങ്ങളായിട്ടാണ് കാണുന്നത്. നമ്മൾ താല്പര്യമില്ലാതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും നിർബന്ധവശാലാണ് അത് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കാൻ പല കാരണങ്ങളും കണ്ടെത്തും. അതുപോലെ തന്നെയാണ് ഇവിടെ അർജുനൻ ഈ യുദ്ധം ഒഴിവാക്കാനായിട്ട് ഓരോ കാരണങ്ങൾ കണ്ടെത്തുന്നത്. അർജുനൻ പറയുന്നു, നിമിത്തങ്ങൾ പോലും വിപരീതങ്ങളായിട്ടാണ്, അശുഭകരമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് യുദ്ധം വേണ്ട എന്ന് അർജുനൻ പറയാതെ പറയുന്നു. എന്നിട്ട് അർജുനൻ പറയാണ്, തൻ്റെ എതിർദിശയിൽ നിൽക്കുന്ന തൻ്റെ ബന്ധുക്കളെ വധിച്ചാൽ തനിക്ക് ശ്രേയസ്സുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നു. അതുകൊണ്ട് ഞാൻ വിജയം ആഗ്രഹിക്കുന്നില്ല, രാജ്യങ്ങളും സുഖവും ഞാൻ ആഗ്രഹിക്കുന്നില്ല,
തൻ്റെ ബന്ധുക്കളെ വധിച്ചുകൊണ്ട് ആ രാജ്യം കിട്ടിയിട്ട് തങ്ങൾക്ക് എന്താണ് പ്രയോജനം കൃഷ്ണ? അങ്ങനെ കിട്ടുന്ന സുഖഭോഗങ്ങളെ കൊണ്ടോ ആ ജീവിതം കൊണ്ടോ തനിക്കെന്താണ് നേട്ടം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ഇനി ഇവിടുന്ന് അങ്ങോട്ട് അർജുനൻ ഈ യുദ്ധങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി പറയുന്ന ഓരോ കാരണങ്ങളാണ്. അത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.